ബാക്കിയുള്ളവർ പറയുന്നതെല്ലാം നുണയാണ്, ആർഷോ പറയുന്നതെല്ലാം സത്യമാണ് എന്നെല്ലാവരും വിശ്വസിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മതരാഷ്ട്രവാദത്തെ വളരെ ശക്തമായി അവർ എതിർക്കുന്നതായിട്ട് CPM എതിർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ ആർജവത്തോടു കൂടി എതിർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്റെ സമാധാനം പോയോ? കഴിഞ്ഞ ഒരു 25-30 വർഷമായിട്ട് ഒരു മനസ്സോടെ ഒരു മെയ്യോടെ പ്രവർത്തിച്ച് ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്ന് നിന്ന് അത് വളരെ കൃത്യമായി രേഖയാണ്, ഡോക്യുമെന്റഡ് ആണ്. എന്നിട്ട് പോലും അതിന് ജമാഅത്ത് ഇസ്ലാമിയുമായി ഒരു ബന്ധവുമില്ല എന്ന് വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നത് അത് വലിയ കാര്യാക്കണ്ട ഏലിയാമ്മേ. ചില ഉരുപ്പിടികൾ അങ്ങനെയാ, പ്രായമായാലും ഒതുങ്ങുകയല്ല. നിങ്ങൾ ഈ പറഞ്ഞ വരിക്ക് എന്ത് ഡോക്യുമെന്റും എടുത്തുകൊണ്ട് വന്നോ? ജമാഅത്ത് ഇസ്ലാമി ഈ പറഞ്ഞ 40കളിൽ ആരംഭിച്ചതിന് ശേഷം ഇങ്ങോട്ടുള്ള ഏത് ഡോക്യുമെന്റുമായി നിങ്ങൾ വന്നോ? ഓഹോ, അങ്ങനെയാണല്ലേ. ഒരു ഘട്ടത്തിലും ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല. എക്കാലത്തും ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദത്തെ ഇടതുപക്ഷം എതിർത്തിട്ടേ ഉള്ളൂ. ജമാഅത്ത് ഇസ്ലാമി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഞങ്ങളെ സഹായിക്കണം എന്നൊരു അഭിപ്രായ പ്രകടനം ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും നേതൃത്വം നടത്തിയതിന്റെ ഒരു ഡോക്യുമെന്റ് അങ്ങ് കൊണ്ടുവന്ന് കഴിഞ്ഞ് പണി അവസാനിപ്പിച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൊള്ളാം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാൻ. അങ്ങനെ അങ്ങോട്ട് പോയാലോ? ആർഷോ ഇപ്പൊ പണി നിർത്തുമെന്ന് പറഞ്ഞല്ലോ. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ കാണിച്ചു തരാം. ശ്രീമാൻ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിമിലെ പ്രബല വിഭാഗമാണ് AP സുന്നി വിഭാഗം. അവർ കഴിഞ്ഞ ഘട്ടത്തിൽ ഞങ്ങളെ സഹായിച്ചിരുന്നു. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റു ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത്. ബാക്കിയുള്ളവർ പറയുന്നതെല്ലാം നുണയാണ്, ആർഷോ പറയുന്നതെല്ലാം സത്യമാണ് എന്നെല്ലാവരും വിശ്വസിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് തലേ ദിവസം അവരെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന ഫോട്ടോ കാണിച്ചാൽ അത് വോട്ട് ചോദിക്കുന്നതിന്റെ കൂട്ടത്തിൽ വരുമോ? ജമാഅത്ത് ഇസ്ലാമി ചോദിച്ചല്ലോ, SDP യുടെ പിന്തുണ നിങ്ങൾക്ക് വേണോ വേണ്ടയോ? അതും കൂടെ പറഞ്ഞു.